നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ. ചരിത്രമെഴുതിയ സുരേഷ് ഗോപിക്ക് ഗംഭീര സ്വീകരണം നൽകി ബിജെപി. പൂരനഗരിയെ ഇളക്കിമറിച്ച് 1.5 ലക്ഷത്തോളം പ്രവർത്തകർ സ്വീകരണത്തിൽ പങ്കെടുത്തു. UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ തോറ്റതിന് പിന്നാലെ തൃശൂർ കോൺഗ്രസിൽ പോര് മുറുകി. കാത്തിരിപ്പിന് വിരാമമായി പാലക്കൽ സെന്റർ മുതൽ മാർക്കറ്റ് ജംഗ്ഷൻ വരെ കോൺക്രീറ്റിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ ഒരുക്കി വിദ്യാലയങ്ങൾ. വാർത്തകൾ വിശദമായി. ചരിത്രമെഴുതിയ സുരേഷ് ഗോപിക്ക് ഗംഭീര സ്വീകരണം നൽകി ബിജെപി. പൂരനഗരിയെ ഇളക്കിമറിച്ച് 1.5 ലക്ഷത്തോളം പ്രവർത്തകർ സ്വീകരണത്തിൽ പങ്കെടുത്തു. ഭാരിച്ച സ്നേഹവായ്പാണ് ഈ വിജയം. തൃശൂരിലെ ഹൃദയത്തിൽ വെച്ച് പ്രവർത്തിക്കും. താൻ പിന്നിലായ ഗുരുവായൂരിലും മുന്നിലെത്താൻ പരിശ്രമിക്കും. തൃശൂർ പൂരം സിസ്റ്റമാറ്റിക്കായി നടത്തും. ഇത്തവണ ഉണ്ടായ പ്രശ്നം ഒഴിവാക്കാൻ ഇടപെടും. കേന്ദ്രമന്ത്രിയാകുന്നതെല്ലാം നേതൃത്വം തീരുമാനിക്കട്ടെ. തൃശൂരിൽ സ്ഥിരതാമസം ഉണ്ടാകില്ല, സുരേഷ് ഗോപി പറഞ്ഞു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ തോറ്റതിന് പിന്നാലെ തൃശൂർ കോൺഗ്രസിൽ പോര്. കോൺഗ്രസ് നേതാവ് TN പ്രതാപനും തൃശൂർ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനുമെതിരെ DCC ഓഫീസ് മതിലിൽ പോസ്റ്റർ പതിച്ചു. ജോസ് വള്ളൂർ രാജിവെക്കുക, പ്രതാപൻ ഇനി വാർഡിൽ പോലും സീറ്റില്ല എന്നിങ്ങനെ എഴുതിയ പോസ്റ്ററുകളാണ് മതിലിൽ പതിച്ചത്. മുരളീധരന്റെ തോൽവിയോടെ തൃശൂർ കോൺഗ്രസിലുണ്ടായ ഭിന്നതയും തർക്കവുമാണ് ഇതോടെ മറനീക്കി പുറത്തുവരുന്നത്. പോസ്റ്റർ നീക്കം ചെയ്തെങ്കിലും മുരളീധരന്റെ തോൽവിയിൽ തൃശൂർ കോൺഗ്രസിൽ പോരിനിയും രൂക്ഷമായേക്കും. തോൽവിയിൽ കെ മുരളീധരൻ നേതൃത്വത്തിനെതിരെ നേരത്തെ രംഗത്തെത്തിയിരുന്നു. തനിക്ക് വേണ്ടി പ്രചരണത്തിന് നേതാക്കൾ ആരും എത്തിയില്ലെന്നും സംഘടനാതലത്തിൽ കാര്യമായ പ്രവർത്തനം നടന്നില്ലെന്നുമായിരുന്നു മുരളീധരന്റെ ആരോപണം. തൃശൂരിൽ തന്നെ കുരുതി കൊടുക്കുകയായിരുന്നുവെന്നും വടകരയിൽ തന്നെ മത്സരിച്ചിരുന്നെങ്കിൽ ജയിക്കാമായിരുന്നുവെന്നും മുരളീധരൻ ആരോപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് മുരളീധരന്റെ തോൽവിയിൽ പ്രതിഷേധിച്ച പ്രതാപനും ജോസ് വള്ളൂരിനുമെതിരെ ഒരു വിഭാഗം രംഗത്തെത്തിയത്. സംഭവത്തിൽ TN പ്രതാപനും ജോസ് വള്ളൂരിനും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. 2 കൊല്ലത്തെ കാത്തിരിപ്പിന് വിരാമമായി പാലക്കൽ സെന്റർ മുതൽ മാർക്കറ്റ് ജംഗ്ഷൻ വരെ കോൺക്രീറ്റ് ചെയ്യാതെ കിടന്ന ഭാഗം കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുന്നോടിയായുള്ള പണികൾ തുടങ്ങി. ഇതേ തുടർന്ന് ചൊവ്വാഴ്ച മുതൽ ഗതാഗത നിയന്ത്രണവും തുടങ്ങി. 200 മീറ്റർ ദൂരത്തിൽ പാതി ഭാഗമാണ് കോൺക്രീറ്റ് ചെയ്യാനുള്ളത്. പാലക്കൽ സെന്ററിൽ അമ്മാടം ഭാഗത്തേക്ക് തിരിയുന്ന ഭാഗം വരെ പഴയ റോഡ് കുത്തിപ്പൊളിച്ച് നീക്കം ചെയ്ത GSP മിശ്രിതം വിരിക്കുന്ന പണികൾ തുടങ്ങി. മാർക്കറ്റ് ജംഗ്ഷൻ ഭാഗത്ത് പാതി ഭാഗം ചെയ്യേണ്ട കലുങ്ക് പണിക്കുള്ള മണ്ണ് നീക്കം ചെയ്തു. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ബുധനാഴ്ച ആദ്യത്തെ കോൺക്രീറ്റ് ചെയ്യൽ തുടങ്ങും. യന്ത്രം ഉപയോഗിച്ച് ചെയ്യാനുള്ള വീതിയില്ലാത്തതിനാലും ഗതാഗത തടസ്സം ഒഴിവാക്കാനും യന്ത്രസഹായമില്ലാതെ തൊഴിലാളികളാണ് കോൺക്രീറ്റ് ചെയ്യുന്നത്. ആദ്യ പാളി ഉറയ്ക്കാൻ 7 ദിവസം വേണം. ശേഷം പ്രധാന കോൺക്രീറ്റ് ചെയ്യും. ഇവ ഉറയ്ക്കാൻ 28 ദിവസം എടുക്കും. കാലാവസ്ഥ തടസ്സമില്ലെങ്കിൽ പണി പൂർത്തിയാക്കി 1.5 മാസം കൊണ്ട് ഗതാഗതം പുനരാരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ചേർപ്പ് സഹകരണ ബാങ്കിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. ബാങ്ക് പ്രസിഡന്റ് CN ഗോവിന്ദൻകുട്ടി പ്ലാവിൻ തൈ നട്ട് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. പ്രദീപ് വലിയങ്ങോട്ട്, സണ്ണി ചാക്കോ, ലതാ സുരേന്ദ്രൻ, MS രേഖ എന്നിവർ സംസാരിച്ചു. നമ്മുടെ പ്രകൃതിയുടെ ആവാസാവസ്ഥ വളരെ ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്നും കാലാവസ്ഥാ വ്യതിയാനം വളരെയധികം ബുദ്ധിമുട്ട് ആവാസ മേഖലയിലുള്ളവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് മനുഷ്യർക്കായാലും ജന്തുമൃഗാതിഥികൾക്കായാലും പക്ഷിമൃഗാദികൾക്കായാലും എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. പഴയ കാലത്ത് നമ്മുടെ ഇടയിൽ കാരണവന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, 6 മാസം വെയിലും 6 മാസം മഴയുമാണ്. ഇപ്പോൾ എപ്പോഴാണ് മഴ വരുന്നത്, എപ്പോഴാണ് വെയിൽ ഉദിക്കുന്നത് എന്നും യാതൊരു സംശയമില്ലാത്ത രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ജൂൺ 5 പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചു. വനവൽക്കരണവും അതുപോലെ തണ്ണീർത്തടാകങ്ങളുടെ സംരക്ഷണത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ദിനം നമ്മൾ ആചരിക്കുന്നത്. അതിനെ നശിപ്പിച്ചാലുണ്ടാകുന്ന ആപത്തുകളെക്കുറിച്ച് വിവിധ പരിപാടികളിലൂടെ ജനങ്ങളിലെ ബോധം വരുത്തുക എന്നാണ് നമ്മുടെ ഇതിൻ്റെ ലക്ഷ്യം. ചേർപ്പ് സർവീസ് സഹകരണ ബാങ്ക് എല്ലാ വർഷവും തുടർച്ചയായി സഹകരണ ബോർഡ് ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനിക്കുന്ന പോലുള്ള വൃക്ഷത്തൈകളാണ് നമ്മൾ നട്ടിരിക്കുന്നത്. ചേർപ്പ് CNN GLP സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം വിദ്യാലയമുറ്റത്ത് ഇലഞ്ഞിത്തൈ നട്ടുകൊണ്ട് പ്രധാനാധ്യാപകൻ AR രാജീവ് കുമാർ ഉദ്ഘാടനം ചെയ്തു. 4ാം ക്ലാസ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഒരു തൈ നടാൻ കവിതയുടെ നൃത്താവിഷ്കാരം ശ്രദ്ധേയമായി. തുടർന്ന് മുത്തശ്ശിമരത്തെ ആദരിക്കൽ ചടങ്ങ് നടന്നു. കുട്ടികൾ വീടുകളിൽ നിന്ന് കോർത്തുവന്ന നാടൻ പൂക്കൾ ചേർത്തുണ്ടാക്കിയ ഭീമൻ മാല അണിയിച്ചാണ് ആൽമുത്തശ്ശി ആദരിച്ചത്. കുട്ടികൾക്കായി പ്ലക്കാർഡ്, ചിത്രരചന, പോസ്റ്റർ നിർമ്മാണവും എന്നിവയും സംഘടിപ്പിച്ചിരുന്നു. ഊരകം ALP സ്കൂളിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. വാർഡ് മെമ്പർ K കൃഷ്ണകുമാർ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയ മാനേജിംഗ് ഇൻചാർജ് ദേവസേന അധ്യക്ഷത വഹിച്ചു. പരിസ്ഥിതി പ്രവർത്തകൻ സൂരജ് എടുത്തുരുത്തി, പൊതുപ്രവർത്തകൻ KL ആന്റണി, ബാലജനസഖ്യം സഹകാരി കൺവീനർ KV പ്രമോദ് തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി. വിദ്യാലയ പ്രധാന അധ്യാപിക ജിനി, PTA പ്രസിഡന്റ് രാകേഷ് ഉണ്ണിയാമ്പുറം, അധ്യാപകരായ പ്രീത ജൂഡിൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികൾക്കുള്ള പരിസ്ഥിതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസും രക്ഷിതാക്കളും കുട്ടികളും ചേർന്ന് വൃക്ഷത്തൈയും നട്ടു. ലോക പരിസ്ഥിതി ദിനത്തിനോടനുബന്ധിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചേർപ്പ് നോർത്ത് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പെൻഷൻകാർക്ക് ഔഷധ സസ്യങ്ങളും വൃക്ഷത്തൈകളും വിതരണം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് NM പ്രേമ പത്മിനി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി KS മോഹനൻ, യൂണിറ്റ് സെക്രട്ടറി PK ഗോപാലകൃഷ്ണൻ, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് M ഗോവിന്ദൻകുട്ടി, യൂണിറ്റ് ട്രഷറർ T മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 3ാം വാർഡിലെ പരിസ്ഥിതി ദിനാചരണം ഗ്രാമപഞ്ചായത്ത് മെമ്പർ KA പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. കൃഷിഭവൻ ജീവനക്കാരായ ലിസ, റീജ രാജൻ, ബാലചന്ദ്രൻ പോട്ടയിൽ, അശ്വതി വിനോദ്, അനുമോൾ എന്നിവർ പങ്കെടുത്തു. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോക പരിസ്ഥിതി ദിനം വൃക്ഷത്തൈ നട്ടും ബോധവൽക്കരണ ക്ലാസ് നടത്തിയും ആചരിച്ചു. ബാലജനസഖ്യത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ബോധവൽക്കരണ ക്ലാസ് പരിസ്ഥിതി പ്രവർത്തകൻ സുരാജ് നയിച്ചു. PTA പ്രസിഡന്റ് VH ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. കവി ശ്രീനിവാസൻ കോവാത്ത്, ബാലജനസഖ്യം രക്ഷാധികാരി TT പോൾ, മാധ്യമപ്രവർത്തകൻ പ്രമോദ് കിഴക്കൂട്ട്, HM ഇൻചാർജ് CB നന്ദിനി, അധ്യാപകരായ AM വാഹിദ ഭാനു, ഡോക്ടർ ഷംല എന്നിവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി ഫെഡറൽ ബാങ്ക് ചേർപ്പ് ശാഖ നൽകിയ നാരകത്തൈ സ്കൂളിൽ നട്ടുപിടിപ്പിച്ചു. ഊരകം മഹാത്മാ അയ്യങ്കാളി ചാരിറ്റബിൾ സൊസൈറ്റിയും KPMS ഊരകം ശാഖയും ചേർന്ന് ഡിഗ്രി, +2, SSLC, LSS സ്കോളർഷിപ്പ് വിജയികളെ ആദരിച്ചു. എട്ടുമനക്കാരണയിൽ മഠം മഠാധിപതി ഉണ്ണിപത്മനാഭൻ സ്വാമി ആദരണം നടത്തി. പഠനോപകരണവും വിതരണം ചെയ്തു.
ഗോപി ചക്കേടത്ത്, സന്തോഷ് പാലക്കിഴി, ജയൻ കണ്ണോളി, വിമൽ സുബ്രഹ്മണ്യൻ, സുരേഷ് ചക്കേടത്ത് എന്നിവർ സംസാരിച്ചു. ഊരകം CMS LP വിദ്യാലയത്തിൽ മെറിബറി പാർക്കിന്റെ ഉദ്ഘാടനം പത്മശ്രീ പെരുവനം കുട്ടൻമാരാർ നിർവഹിച്ചു. സ്കൂൾ ലോക്കൽ ഫാദർ VM വിൽസൺ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക ലീമോൾ സി വർഗീസ്, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യ രമേശ്, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡ് മെമ്പർ KB പ്രജിത്ത്, ഊരകം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സിബിൻ T ചന്ദ്രൻ, സ്കൂൾ PTA പ്രസിഡന്റ് സിജോ പടിയത്ത് എന്നിവർ സംസാരിച്ചു. കുട്ടികൾക്ക് മാനസികവും ശാരീരികവുമായ സന്തോഷം നൽകുവാനുള്ള അതിമനോഹരമായ മെറിബറി പാർക്ക് വിദ്യാലയത്തിനായി സ്പോൺസർ ചെയ്തത് വിദ്യാലയത്തിലെ പൂർവ്വ അധ്യാപിക മാഗി ടീച്ചറുടെ കുടുംബമാണ്. നിങ്ങൾ 3ാം ദിവസം ഇവിടെ എത്തിയപ്പോൾ ഞാൻ ഒരു നവവത്സര ആശംസകൾ, പുതിയ അധ്യയന വർഷം തുടങ്ങിയതിൻ്റെ ഒരാശംസകൾ നേരിയാണ് 3ാം ദിവസം. സ്കൂള് വളരെ നന്നായിട്ടില്ലേ? കഴിഞ്ഞ കൊല്ലം പഠിച്ച കുട്ടികൾക്കറിയാം, കഴിഞ്ഞ കൊല്ലത്തേക്കാൾ മനോഹരമായ ഒരു പാർക്ക്, കുട്ടികൾക്ക് കളിക്കാൻ ഊഞ്ഞാല്, എന്തൊക്കെയാ ഇവിടെ ഒരുക്കണേ അല്ലേ? വളരെ സന്തോഷം തോന്നുന്നില്ലേ സ്കൂളിൽ? വീട്ടിൽ നിന്ന് പോരുമ്പോൾ സ്കൂളിലേക്ക് എത്താൻ ധൃതിയാവുണ്ടാവും നിങ്ങൾക്ക്. അങ്ങനെ വേണം. ഇനി ബെല്ലടിച്ച സ്കൂളിൽ നിന്ന് പോകണമെന്ന് തോന്നാണ്ടിരിക്കണ്ടാവും. അപ്പൊ സ്കൂളിൽ വന്നാൽ കളിക്കാം, ചിരിക്കാം, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം, പഠിക്കാൻ ആണ് സ്കൂളിൽ വരണത്. അത് ഓർമ്മയുണ്ടാവണം. കളിക്കുക, ചിരിക്കുക, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, അതിനുശേഷം ടീച്ചർമാര് പഠിപ്പിക്കുന്ന പാഠങ്ങൾ അന്നന്ന് നന്നായിട്ട് പഠിക്കണം. കുട്ടികൾക്ക് കളിക്കാനൊക്കെ നല്ല താല്പര്യമുള്ള കുട്ടികളാണ്. അപ്പോൾ ഇതേപോലെ കൂട്ടുകാർക്ക് ഒരുമിച്ച് കളിക്കാൻ ഇങ്ങനൊരു കളിസ്ഥലം നമുക്ക് ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ പങ്കാളികളാകാം. ഇത് നൽകിയ മാഗി ടീച്ചറിൻ്റെ മക്കൾ, അവരെ ഞാൻ അനുമോദിക്കുന്നു, ആശംസകൾ അറിയിക്കുകയാണ്. ഇത് ഏറ്റവും മനോഹരമായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ എല്ലാ മക്കൾക്കും ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ലോക പരിസ്ഥിതി ദിനം ആഘോഷിച്ചു. ക്യാമ്പസിൽ സൈക്കസ് പാം തൈ നട്ടുകൊണ്ട് NES കോളേജ് ചെയർമാൻ ശിവൻ കണ്ണോളി ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ അനീജ NC, MV ലതിമോൾ, V ശശിധരൻ, NR സ്മിത, P സുഷമ, കോളേജ് PRO ഉണ്ണികൃഷ്ണൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. തൃശൂരിലെ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ. തെരഞ്ഞെടുപ്പിൽ ജില്ലാ കമ്മിറ്റിക്ക് വീഴ്ച പറ്റി. എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിച്ച് തിരുത്തലുകൾ നടത്തും. തോൽവി ഒരിക്കലും പ്രതീക്ഷിച്ചതല്ലെന്നും ജോസ് വള്ളൂർ പറഞ്ഞു. ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയുടെ വലിയ പരാജയത്തിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഏറ്റെടുക്കുകയാണ്. ഇങ്ങനൊരു പരാജയം സംഭവിക്കാൻ പാടില്ലാത്ത വിധം പഴുതുകൾ അടച്ച് ശ്രീ K മുരളീധരൻ്റെ വലിയ വിജയം നേടാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ആ പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഇത്രയും വലിയ വോട്ടിന് അദ്ദേഹം ജയിക്കാനിടയായത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുൻപേ സൂചിപ്പിച്ചതാണ്. ഇത്രയും വലിയ ഭൂരിപക്ഷത്തിന് അദ്ദേഹം ജയിച്ചത് CPM-ഉമായിട്ടുള്ള ഒത്തുകളിയാണെന്ന കാര്യം എല്ലാവർക്കും അറിയാം. കരിവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് CPM നേതാക്കന്മാരും BJPയും തമ്മിലുണ്ടാക്കിയിട്ടുള്ള അവിഹിതമായ ഡീൽ, ആ ഡീലിന്റെ പ്രകടമായ അടയാളമാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ കണ്ടത്. K മുരളീധരൻ നേതൃത്വ സ്ഥാനത്ത് തുടരണമെന്നാണ് തങ്ങളുടെ ആവശ്യമെന്നും തൃശൂരിൽ BJP ജയിച്ചത് CPIM BJP ഡീലിന്റെ ഭാഗമാണെന്നും ജോസ് വള്ളൂർ കൂട്ടിച്ചേർത്തു. തൃശൂരിലെ തോൽവിക്ക് പിന്നാലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ യൂത്ത് കോൺഗ്രസ്. തൃശൂരിലെ ജനങ്ങൾക്ക് കോൺഗ്രസിനോട് അകൽച്ചയും അതൃപ്തിയും ഉണ്ടാകാൻ കാരണം ജില്ലാ നേതൃത്വമെന്ന് ആരോപണം. സംഘപരിവാറിന് തൃശൂരിൽ നട തുറന്നുകൊടുത്തത് TN പ്രതാപനും DCC പ്രസിഡന്റ് ജോസ് വള്ളൂരുമാണ്. നേതൃത്വത്തിന്റെ പിടിപ്പുകേട് ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളിലും വ്യക്തമാണ്.
ചാലക്കുടിയിലും ആലത്തൂരും ഇത് പ്രകടമാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ UDF നേതൃത്വത്തിനായില്ല. ഈ സാഹചര്യത്തിൽ ഇവർ രാജിവെക്കണം. ഈ കാര്യം ഉന്നയിച്ച് നേതൃത്വത്തിന് പരാതി നൽകുമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ AA മുഹമ്മദ് ഹാഷിം, അഡ്വക്കേറ്റ് എബി മോൻ തോമസ്, മുഹമ്മദ് സാറൂഖ്, കാവ്യ രഞ്ജിത്ത് എന്നിവർ പറഞ്ഞു. അല്ല, അത് പാർട്ടി നേതൃത്വം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങൾ ഇനിയും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഈ പാർട്ടിയുടെ ഗതി എന്താവുമെന്ന് ഉള്ള അവസ്ഥയിൽ ഞങ്ങളത് പറഞ്ഞു പോകാം. ആരോ പറഞ്ഞതുപോലെ ഒരിടത്തൊരു അനീതി സംഭവിച്ചു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യപ്പെടണം. അത് ചോദ്യം ചെയ്യപ്പെട്ടില്ലെങ്കിൽ ആ നഗരം സന്ധ്യക്ക് മുമ്പ് കത്തണമെന്നാണ് നിങ്ങളും കേട്ടിട്ടുള്ള ഒരു കോട്ടിങ്. അപ്പം വരും ദിവസങ്ങളും പ്രതിഷേധിക്കാൻ തന്നെയാണ്. 2001 നിങ്ങളിപ്പോൾ ചോദിച്ചതിന് മറ്റൊരു ഉത്തരം. 2001 14 നിയമസഭാ മണ്ഡലങ്ങളിൽ ആ 14 നിയമസഭാ മണ്ഡലത്തിൽ 2 ഇടത്ത് ഒഴിച്ച് ബാക്കി 12 ഇടങ്ങളിലും കോൺഗ്രസ് ജയിച്ച ജില്ലയാണ് തൃശ്ശൂർ. അതിനുശേഷം 2006 ഇടതുപക്ഷത്തിന് വലിയ തരംഗം സംഭവിച്ചപ്പോൾ കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ തന്നെ MK മുനീറും അടക്കം UDFിൻ്റെ പ്രമുഖ നേതാക്കന്മാർ പരാജയപ്പെട്ട സമയത്ത് 3 MLA സംഭാവന ചെയ്തില്ലാണ്. എന്തിനേറെ പറയുന്നു, 9 ആളുമായിട്ട് K കരുണാകരൻ പടയോട്ടം തുടങ്ങിയപ്പോൾ NI ദേവസിക്കുട്ടിയും അതുപോലെ തന്നെ PP ജോർജും K കരുണാകരൻ തൃശ്ശൂർ ജില്ലയിലായിരുന്നു ജയിച്ചത്. ഈ KSUവിനും യൂത്ത് കോൺഗ്രസിനും ജില്ലയിൽ നേതൃത്വം ഉണ്ടല്ലോ, ഈ നേതൃത്വം എവിടെയായിരിക്കും? അതിനൊരു കോർഡിനേഷൻ ഉണ്ടാക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വരുമ്പോൾ നിങ്ങൾക്കറിയാം. ജില്ലയിലെ നേതൃത്വങ്ങളല്ല, ഈ പറയുന്ന ജില്ലാ നേതൃത്വങ്ങൾക്ക് അപ്പുറത്തായിട്ട് ഒരു UDF സംവിധാനമാണ്. ആ UDF സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് UDYF എന്ന് പറയുന്ന ഐക്യ ജനാധിപത്യ യുവജന മുന്നണിയാണ് കൂടുക. തൃശ്ശൂരിൽ അങ്ങനെ ഒരു മീറ്റിംഗ് കൂടി ശരി ഞങ്ങൾക്കറിയില്ല. ഇനിയിപ്പോൾ അത് യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർക്ക് അറിവുണ്ടോയെന്ന് അറിയില്ല, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് എന്തായാലും മനസ്സിലായിട്ടില്ല. അതുപോലെ തന്നെ യൂത്ത് ലീഗുകാരായിട്ട് ബന്ധപ്പെടുമ്പോൾ അവർക്കും മനസ്സിലാവുന്നില്ല, RYFകാർക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ എന്തിനേറെ പറയുന്നു, നമ്മുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഇതുമായിട്ട് എത്രത്തോളം സഹകരിച്ചു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അദ്ദേഹത്തെ നാട്ടിക മണ്ഡലം, ഞാൻ ഉൾപ്പെടുന്ന നാട്ടിക മണ്ഡലത്തിലെ പര്യടനത്തിന് അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ തളിക്കുളത്ത് ആദ്യമായിട്ട് സ്ഥാനാർത്ഥി വന്ന് കടകൾ സന്ദർശിക്കുമ്പോൾ, പ്രമുഖരെ സന്ദർശിക്കുമ്പോൾ ഞാൻ MP കണ്ടിട്ടില്ല. അതുപോലെ തന്നെ പര്യടനത്തിന്, സ്വന്തം മണ്ഡലത്തിലെ പര്യടനത്തിന് നേതൃത്വം നൽകേണ്ടത് ആരാണ്? ഈ പറയുന്ന നേതൃത്വമാണുള്ളൂ. സ്ഥാനാർത്ഥി പര്യടനത്തിനിടയിൽ ഇറങ്ങിപ്പോകുന്നത് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടില്ല? സ്ഥാനാർത്ഥി പര്യടനം ഈ പറയുന്ന തരത്തിൽ ഒരു തരത്തിലുള്ള കൃത്യമായ തരത്തിൽ അതിനെ ആസൂത്രണം ചെയ്യാത്തതിൻ്റെ ഫലമായിട്ട് അരിമ്പൂര് പഞ്ചായത്തിൽ പര്യടനം നടക്കുമ്പോൾ ആ അരിമ്പൂര് പഞ്ചായത്തിലെ പര്യടനത്തിൽ നിന്ന് K മുരളീധരൻ ഇറങ്ങിപ്പോകേണ്ടി വരികയാണ്. ആളില്ല. ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത് സ്ഥാനാർത്ഥിയല്ലല്ലോ. അപ്പൊ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണോ പറയുന്നത്? ഇന്നലെ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം പ്രതികരിച്ച K മുരളീധരൻ സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾക്ക് നേരെയുള്ള തന്റെ അതൃപ്തി പ്രകടമാക്കിയിരുന്നു. സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് വേണ്ടത്ര ഇടപെടൽ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ സംഘടനാ സംവിധാനം മൊത്തത്തിൽ മാറ്റണമെന്നും വടകരയിൽ നിന്ന് മാറിയില്ലെങ്കിൽ പരാജയപ്പെടുകയില്ലായിരുന്നുവെന്നും K മുരളീധരന്റെ പ്രതികരണം. അതേസമയം മുരളീധരന്റെ പരാജയത്തിന് പിന്നാലെ തൃശൂരിൽ TM പ്രതാപനും DCC പ്രസിഡന്റിനുമെതിരെ തൃശൂരിൽ പോസ്റ്റർ പതിച്ചിരുന്നു. പ്രതാപന് ഇനി വാർഡിൽ പോലും സീറ്റില്ല. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ രാജിവെക്കണമെന്നുമാണ് പോസ്റ്ററിൽ ആവശ്യപ്പെടുന്നത്. തൃശൂർ DCC ഓഫീസിന്റെ മതിലിലും പരിസരത്തുമാണ് പോസ്റ്റർ പതിപ്പിച്ചത്. K മുരളീധരൻ BJPയിലേക്ക് എത്തിച്ചേരുമെന്ന് പത്മജ വേണുഗോപാൽ. മുരളീധരൻ എന്ന തന്റെ ചേട്ടന് താൻ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. നല്ല ബുദ്ധിയും ബോധവുമുള്ള ആളാണ് K മുരളീധരൻ. മുരളീധരൻ വേണ്ട കാര്യം അദ്ദേഹം ചെയ്തുകൊള്ളും. ആരൊക്കെയാണ് കുഴിയിൽ ചാടിച്ചതെന്ന് DCC ഓഫീസിന്റെ മുന്നിൽ പോസ്റ്ററിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നും പത്മജ വേണുഗോപാൽ തൃശൂരിൽ പറഞ്ഞു. ഞാൻ K മുരളീധരൻ എന്ന് പറയുന്ന എൻ്റെ സഹോദരനോട് ഞാൻ മുന്നറിയിപ്പ് കൊടുത്ത, കാരണം ഞാൻ ഈ പ്രസ്ഥാനത്ത് പോകുന്നതിന് 2 ദിവസം വരെ ചേട്ടൻ പറഞ്ഞ മാതിരി സംസാരിക്കാറുണ്ട്, രാഷ്ട്രീയം സംസാരിക്കാറില്ല. കാരണം വേറൊന്നുമല്ല, ചില ആളുകൾ പറഞ്ഞാൽ എൻ്റെ മനസ്സിലൊരു എവിടെയോ ഒരു പിൻവലി. പക്ഷേ ഇത് ഞാൻ ഉറച്ച തീരുമാനമായിരുന്നു. ആര് പറഞ്ഞാലും ഞാനിനി എൻ്റെ വഴിക്കാണ് എന്നൊരു തോന്നൽ. പോയി ക്ഷണിക്കുമെന്നാണ്. എങ്ങോട്ടേക്ക്? എന്തിനാണ് ക്ഷണിക്കേണ്ട കാര്യം? അദ്ദേഹം ബുദ്ധിമുട്ടില്ലാത്ത ആളൊന്നുമല്ല.
നല്ല ബുദ്ധിയുണ്ട്. ഞാൻ സംസാരിച്ചിട്ടില്ല. എന്തിന്? എൻ്റെ ആവശ്യമില്ലല്ലോ. എന്നാൽ എനിക്ക് ഒരാൾ മീഡിയേറ്റർ ആയിട്ട് നിന്നിട്ടില്ല. എന്തൊക്കെ പറഞ്ഞാലും എന്ത് ചെയ്യണം എന്നുള്ളൊരു ബുദ്ധിയുള്ള രണ്ട് പിള്ളേരാണ് ആയിട്ടാണ് കെ കരുണാകരൻ വളർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തിരി സെൻസ് പിള്ളേരിനോട് അതൊന്നും പറഞ്ഞു കൊടുക്കണ്ട. പിള്ളേരിന് വേണ്ടത് ചെയ്യുമ്പോൾ അദ്ദേഹം അത് ചെയ്തോളൂ. അത്ര ചീപ്പായിട്ട് അദ്ദേഹം പോവുമോ എനിക്കറിയില്ല. കാരണം അദ്ദേഹം KPC പ്രസിഡൻ്റ് ആയിരുന്ന ആളാണ്, എല്ലാ ഇതിലും വരുന്ന ആളാണ്. പിന്നെ അദ്ദേഹത്തിനൊരു വേദന ഉണ്ടാവും സ്വന്തം നാട്ടിൽ വന്നിട്ട് തോൽപ്പിക്കുക എന്ന് വെച്ചാൽ ഒരു മാന്യമായിട്ട് തോൽപ്പിക്കണ്ടേ. ഇതെന്തൊരു തോൽപ്പിക്കട്ടെ. മൂന്നാമത്തെ ഇലയ്ക്ക് ഇട്ടതാണ്. ഞാൻ അദ്ദേഹത്തിനോട്, ഞാൻ ഈ പ്രസ്ഥാനത്ത് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞതാണ് 2 ദിവസം മുമ്പ്. അന്ന് സഹോദരൻ പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾ സംസാരിക്കുമായിരുന്നു ഇടയ്ക്ക്. ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു കാരണവശാലും ഇങ്ങോട്ട് വരല്ലേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താ അറിയാം, പറഞ്ഞ വാക്ക് അദ്ദേഹത്തിനോട് പോയി ചോദിച്ചോളൂ. നമ്മുടെ അച്ഛനും അമ്മയും അവിടെ കിടക്കുന്നുണ്ട്, ആ അച്ഛനമ്മേനും കൂടി ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയാലോ ഞാൻ എന്ന് ആലോചിക്കണു എന്ന് പറഞ്ഞ ആൾ തൃശ്ശൂർ അദ്ദേഹത്തിന് ആരാണ് കുഴിയിൽ കൊണ്ട് ചാടിച്ചതെന്ന് അദ്ദേഹമാണ് പറയേണ്ടത്, ഞാനല്ല. കാരണം അത് കണ്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. അല്ല, ഞാൻ ഇതിനൊന്നും ഉത്തരം പറയുന്നില്ല. എന്താ കാരണം അറിയാം? നിങ്ങൾ ആ വണ്ടി എടുത്ത് ആ DCC ഓഫീസിൻ്റെ മുമ്പിൽ പോയാൽ ആരൊക്കെയാണെന്നുള്ള അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് കേട്ടാൽ. ഞാനല്ലല്ലോ പറഞ്ഞു, കോൺഗ്രസ്സുകാരല്ല ചെയ്തത്, ഞാനല്ല ചെയ്തത്. ഞാനൊന്നും അറിഞ്ഞിട്ടുമില്ല. വാടാനപ്പള്ളി സെന്ററിൽ ചേറ്റുവ റോഡിലെ ബസ് സ്റ്റോപ്പിലേക്ക് കാർ ഇടിച്ചു കയറി 4 പേർക്ക് പരിക്കേറ്റു. ബുധനാഴ്ച 11:15 അപകടം. സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷയിലിടിച്ച് സമീപത്തെ ബസ് സ്റ്റോപ്പിലേക്ക് കയറി കാനയിൽ തട്ടിയാണ് നിന്നത്. പരിക്കേറ്റവരെ വാടാനപ്പള്ളി ആക്സ് പ്രവർത്തകർ ഏങ്ങണ്ടൂരിലെ ആശുപത്രിയിൽ എത്തിച്ചു. കൊടുങ്ങല്ലൂർ ഷൊർണൂർ പാതയുടെ റോഡ് വികസനം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് നാട്ടിക നിയോജക മണ്ഡലത്തിലെ പ്രവൃത്തികൾ വിലയിരുത്തുന്നതിനായി വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ യോഗം ചേരും. KSTB ഉദ്യോഗസ്ഥർ, കരാർ കമ്പനി അധികൃതർ, ചേർപ്പ്, അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ജില്ലാ പഞ്ചായത്ത് അംഗം, ബസ് ഉടമകൾ, വ്യാപാരികൾ, ചേർപ്പ് പോലീസ് സ്റ്റേഷൻ SHO, രാഷ്ട്രീയ പ്രതിനിധികൾ, പത്രപ്രവർത്തകർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് CC മുകുന്ദൻ MLA അറിയിച്ചു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6660 രൂപ, പവന് 53,280 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. ചരിത്രമെഴുതിയ സുരേഷ് ഗോപിക്ക് ഗംഭീര സ്വീകരണം നൽകി BJP. പൂരനഗരിയെ ഇളക്കിമറിച്ച് 1,00,000 ലക്ഷത്തോളം പ്രവർത്തകർ സ്വീകരണത്തിൽ പങ്കെടുത്തു. UDF സ്ഥാനാർത്ഥി K മുരളീധരൻ തോറ്റതിന് പിന്നാലെ തൃശൂർ കോൺഗ്രസിൽ പോര് മുറുകി. കാത്തിരിപ്പിന് വിരാമമായി പാലക്കൽ സെന്റർ മുതൽ മാർക്കറ്റ് ജംഗ്ഷൻ വരെ കോൺക്രീറ്റിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ ഒരുക്കി വിദ്യാലയങ്ങൾ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.